സ്റ്റോറി ബുക്ക് അവതരിപ്പിക്കുന്നു പാർവതീപുരത്തിന്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ചു മനുഷ്യരും. ഒരതിജീവനത്തിന്റെ കഥ. എങ്കിലും ഒരു നിമിഷം നിൽക്കൂ. അത്രയും പറഞ്ഞ് അയാൾ സുമംഗലിപ്പുഴയുടെ തീരത്തെ കൂറ്റൻ മരത്തിനടുത്തേക്ക് ഓടി. സ്മിത ഒന്നും മനസ്സിലാകാതെ അയാളെ നോക്കി. ആ വലിയ മരത്തിൽ തൂങ്ങിക്കിടന്ന വലിപ്പമുള്ള ഒരു കായ് അടർത്തിയെടുത്ത് ഹരി സ്മിതയ്ക്കടുത്തെത്തി. അവൾ കൗതുകത്തോടെ അതിനെ നോക്കി. കമ്പിളി നാരങ്ങ. ഹരി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല വിളഞ്ഞതാ, ഈ മരത്തിൽ നിന്നുള്ളതിനെ നല്ല മധുര. അയാളത് പറഞ്ഞുകൊണ്ട് അല്പം ബലപ്രയോഗം നടത്തി അതിൻ്റെ പുറന്തോട് അടർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊരല്ലിയെടുത്ത് അയാൾ അവൾക്കു നേരെ നീട്ടി. സ്മിത അത് വാങ്ങാൻ മടിച്ചു നിന്നു. അയാൾ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് കൈ ഒരൽപ്പം കൂടി മുന്നോട്ട് നീട്ടി. അവൾ സാവധാനം അറച്ചത് വാങ്ങി. ഒരു നിമിഷം ചിന്തിച്ച ശേഷം ചുണ്ടുകളോട് ചേർത്തു. അതെ, ശരിയാണ്, മധുരം, ചെറിയ പുളി നിറച്ച മധുരം. അവർ വീണ്ടും നടന്നു, നിശബ്ദമായി. താമസ സ്ഥലത്തിനു മുന്നിലെത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഹരി അപ്പോഴും മനോഹരമായി പുഞ്ചിരിച്ചു. ഞാൻ ഹരി സതീർത്ഥ്യൻ, പാർവതീപുരം LP സ്കൂളിലെ അധ്യാപകനാണ്. അയാൾ മറുപടിക്കായി നിശബ്ദനായി. സ്മിത സാമുവൽ, റിസർച്ച് ഓഫീസർ. അവൾ മുഖത്ത് അല്പം പോലും പുഞ്ചിരി വരുത്താതെ കനത്ത സ്വരത്തിൽ പറഞ്ഞു. രോഗാണുവിനെ ഉടനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും അറിയിച്ചാൽ മതി. അയാൾ മനോഹരമായി പുഞ്ചിരിച്ച് തിരിഞ്ഞു നടന്നു. അവൾ ഇരുളിലേക്ക് നടന്നു മറയുന്ന ആ മനുഷ്യനെ നോക്കി നിന്നു. അല്പദൂരം മുന്നോട്ട് നടന്നു ഹരി വീണ്ടും തിരിഞ്ഞു നോക്കി. ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നൊരു പുഞ്ചിരി സമ്മാനിച്ച് അയാൾ നടന്നകന്നു, ഇരുളിലേക്ക്. ഒരു നിഴൽ പോലെ അയാൾ മാഞ്ഞു അപ്രത്യക്ഷനായി. അധ്യായം 20. പാർവതീപുരത്തു നിന്നും ദൂരെ. സ്മിതയുടെ തറവാട് വീട്. വരാന്തയിലെ ചാരുകസേരയിൽ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന അച്ചമ്മ. അവർക്കിന്ന് ഒരേ ഒരു ആഗ്രഹം മാത്രം അവശേഷിക്കുന്നു, തൻ്റെ കൊച്ചുമകളുടെ വിവാഹം. കുടുംബത്തിൻ്റെ അന്തസ്സിന് ചേർന്ന ഒരു ബന്ധം, അത്രമാത്രം. അടുക്കളയിൽ നിന്ന് മീൻ വറുത്തതിൻ്റെ മണം ഉത്സാഹത്തോടെ പറന്നു നടപ്പുണ്ട്. ഒരു കറുത്ത പൂച്ച അതിൻ്റെ പിന്നാലെ പതുങ്ങി നടക്കുന്നു. ഹലോ, എടോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഒരു കാര്യം ചെയ്യേ, ഞാൻ ഒന്ന് പപ്പയോട് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ദാവീദ് ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ മുറ്റത്തൊരു കാർ വന്നു നിന്നു. സാമുവൽ ജോർജ് അതിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇച്ചായ, ദേ നാളെ ലെനയുടെ കൊച്ചിൻ്റെ മാമോനിസയാണ്. രാവിലെ തന്നെ എത്താന്ന് പറഞ്ഞതാ. എന്തായാലും നേരത്തെ പോണം. അന്നേരം എന്തേലും മുടക്കം പറഞ്ഞേക്കല്ലേ. കാതറിൻ നാളെ ഉടുക്കാൻ എടുത്തു വെച്ച സാരി കൈകളിൽ വച്ച് തലോടിക്കൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരികയും ദാവീദിനോടത് പറയുകയും ചെയ്തു. പപ്പ, ദേ സ്മിതയുടെ കാര്യത്തിൽ എന്തേലും ഉടനെ തീരുമാനിക്കണം. അവക്ക് വട്ടാണെന്ന് വെച്ച് നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? പറമ്പിൽ ജോസഫ് ഇപ്പം വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവിടെ അസുഖം കൂടുക എന്ന്, ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. ദേ, കാര്യം കൂടുതൽ വഷളായ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. സാമുവൽ വീടിൻ്റെ പടികൾ കയറിയതേയുള്ളൂ. ദാവീദ് മുഖവരയില്ലാതെ പറഞ്ഞു നിർത്തി. ലീനേ. സാമുവൽ ജോർജ് അതൊന്നും കാര്യമാക്കാത്ത തരത്തിൽ നീട്ടി വിളിച്ചു. അർത്ഥം മനസ്സിലാക്കിയതുപോലെ ലീന സാമുവൽ ഒരു ഗ്ലാസ് വെള്ളവുമായി അങ്ങോട്ടേക്ക് വരികയും അത് സാമുവലിന് നേരെ നീട്ടുകയും ചെയ്തു. അയാളത് വാങ്ങി ഒറ്റയടിക്ക് കുടിച്ചു തീർത്ത് ഗ്ലാസ് തിരികെ നൽകി. പിന്നീട് അവിടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലെന്നതുപോലെ ഗ്ലാസുമായി അവർ തിരിച്ചടുക്കളയിലേക്ക് നടന്നു. ദാവീദേ, നിനക്ക് അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവക്ക് തോന്നണതേ അവൾ ചെയ്യൂ. ഇതിലിപ്പം ഞാനിനി എന്ത് ചെയ്യാനാ? അയാൾ ഒരു മടുപ്പോടെ പറഞ്ഞു.
ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. എന്തൊക്കെ പുകിലാ ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒടേ തമ്പുരാൻ അറിയാം. എലക്ഷൻ അടുത്തെന്ന കാര്യം മറക്കണ്ട. ഈ സമയത്ത് ഒരു ചെറിയ തീപ്പൊരി മതി ആളിക്കത്താൻ. ഈ തറവാട്ടിലെ ആണെന്ന പേരേ ഉള്ളൂ. ഒന്നിനും അവള് നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി പപ്പ എന്താന്ന് വെച്ചാൽ ചെയ്യ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദാവീദ് അകത്തളത്തിലേക്ക് പോയി. സാമുവൽ അല്പനേരം എന്തോ ഗൗരവമായി ചിന്തിച്ചിരിക്കുകയും പിന്നീട് അകത്തേക്ക് പോകുകയും ചെയ്തു. ചാരുകസേര അപ്പോഴും നിർത്താതെ ആടിക്കൊണ്ടിരുന്നു. അച്ചമ്മ ദീർഘമായി നിശ്വസിച്ചു. എൻ്റെ കുഞ്ഞിനെ കാത്തോണേ ഈശോയെ. അവർ വേദന കലർന്ന സ്വരത്തിൽ കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞു. സമയം രാത്രി 8:15. ഒരിരുണ്ട മുറി. അതിൻ്റെ ഒരു മൂലയിൽ ചെറിയ വെളിച്ചം കാണാം. കത്തിത്തീരാറായ ഒരു മെഴുകുതിരി നിലത്തിരുന്നുരുകുന്നു. അതിൻ്റെ മുന്നിലായി വിടർന്നിരിക്കുന്ന കനം കൂടിയ നിരവധി പുസ്തകങ്ങൾ. ഒരു മനുഷ്യൻ അതിലേക്ക് കമിഴ്ന്നു കിടക്കുന്നു. അയാൾ ശ്രദ്ധാപൂർവം എന്തോ വായിക്കുകയും എന്തൊക്കെയോ കുറിച്ചെടുക്കുകയും ചെയ്യുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ്റെ ചുളിവ് വീണ മുഖത്ത് ഒരു വട്ടക്കണ്ണട പതിഞ്ഞിരിക്കുന്നു. നീട്ടി വളർത്തിയ താടിയിലും മുടിയിലും നരച്ച രോമങ്ങൾ എഴുന്നു നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരു ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന ആ മനുഷ്യരൂപം ഭ്രാന്തമായി എന്തോ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരു കാലൊച്ച അടുത്തടുത്ത് വന്നു. ആ പാദങ്ങൾ അയാൾക്കടുത്തെത്തി നിശ്ചലമായി. മാർബർഗ് പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചു. നാളെ അവർക്ക് ഫലം കിട്ടും. പുസ്തകങ്ങളിൽ നിന്ന് കണ്ണെടുക്കാതെ ആ മനുഷ്യൻ കനത്ത ശബ്ദത്തിൽ ഒന്ന് മൂളുക മാത്രം ചെയ്തു. കുറച്ചുകൂടി സൂക്ഷിക്കണം. അന്വേഷണം താഴെ പീടിക വരെ എത്തിയിരിക്കുന്നു. സാമുവലിന്റെ പിടിപാട് അറിയാലോ. അതുകേട്ട് അയാൾ തലയുയർത്തി ഉഗ്രമായ ദേഷ്യത്തോടെ നോക്കി. ശേഷം കണ്ണട ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണിനടുത്തേക്ക് അമർത്തിവെച്ച് വീണ്ടും പുസ്തകങ്ങളിലേക്ക് തിരിഞ്ഞു. ആ പാദങ്ങൾ നടന്നകലുകയും കഥകടയ്ക്കുന്ന ഒരു ശബ്ദം മാത്രം പിന്നീട് കേൾക്കുകയും ചെയ്തു.